നമസ്കാരം. നാളത്തെ മന്ത്രിസഭാ മീറ്റിംഗ് പൊട്ടിത്തെറിയിൽ അവസാനിപ്പിക്കുമോ, അതോ CPI വഴങ്ങുമോ, അല്ലെങ്കിൽ CPM മെരുക്കുമോ? ഇങ്ങനെയുള്ള ചോദ്യങ്ങളാണ് ഏതാണ്ട് കേരളത്തിലെ എല്ലാ രാഷ്ട്രീയ പ്രവർത്തകരുടെയും അതേപോലെ രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളുകളുടെ ഇടയിലും നിറഞ്ഞു നിൽക്കുന്നത്. ശരിയാണ്, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ സംബന്ധിച്ചിടത്തോളം വലിയ സങ്കീർണമായ പ്രതിസന്ധിയിൽ അത് എത്തി നിൽക്കുകയാണ് ചെയ്യുന്നത്. പ്രത്യേകിച്ച് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലൊക്കെ തിരഞ്ഞെടുപ്പുകൾ, അതിനുശേഷം വരാൻ പോകുന്നതായിട്ടുള്ള നിയമസഭാ തിരഞ്ഞെടുപ്പ്, ഇത് CPMനെ സംബന്ധിച്ചും CPIയെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഇന്ത്യയിലെ അസ്തിത്വത്തെ നിശ്ചയിക്കുന്ന ഏറ്റവും പ്രമുഖമായിട്ടുള്ള തിരഞ്ഞെടുപ്പാണ്. ഇവിടെ തോറ്റാൽ പിന്നീട് CPI എന്നും CPM എന്നും പറഞ്ഞ് നടക്കാനായിട്ട് ഒരിടം പോലും ഉണ്ടാവില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് ഒരു വിഷയത്തിൻ്റെ പേരിൽ, ഒരു നയത്തിൻ്റെ പേരിൽ തർക്കിച്ച് പിരിയുക എന്ന് പറയുന്ന അസാധാരണമായിട്ടുള്ള ഒരു സംഭവവികാസം നാളത്തെ മന്ത്രിസഭാ മീറ്റിങ്ങിൽ ഉണ്ടാവും എന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നതിൽ അർത്ഥമില്ല. കാരണം CPIയെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഒരു സ്റ്റാൻഡ് ഇതാണ്: ഞങ്ങളെ പറ്റിച്ചു, ഞങ്ങളോട് പറയാതെ ഞങ്ങൾ ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ട് ഡെഫർ ചെയ്തിരിക്കുന്ന, അല്ലെങ്കിൽ മിനിസ്ട്രിയിൽ ഡെഫർ ചെയ്തിരിക്കുന്ന ഒരു വിഷയം ഞങ്ങൾ അറിയാതെ പോയിട്ട് പിണറായിയും അതേപോലെ തന്നെ കൂട്ടരും ഒപ്പുവെച്ചു എന്നുള്ളതാണ്. പറ്റിച്ചു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട പ്രശ്നം. അങ്ങനെ പറ്റിക്കുന്നത് ന്യായീകരിച്ചുകൊണ്ട് തങ്ങളുടെ വ്യക്തിത്വത്തിന് ഒരു അംഗീകാരമില്ലാത്ത തരത്തിൽ മാറിയൊരു മുന്നണിക്കകത്ത് എങ്ങനെ നിൽക്കാനായിട്ട് കഴിയും? അത് വളരെ അടിസ്ഥാനപരമായിട്ടുള്ള ചോദ്യമാണ്. ആ ചോദ്യത്തിന് കൃത്യമായിട്ട് ഉത്തരം കൊടുക്കാനായിട്ട് CPMനെ കഴിയുന്നിടത്ത് മാത്രമാണ് ഈ പ്രശ്നത്തിന് പരിഹാരം കാണാൻ സാധ്യത. അറിയാം, ഒപ്പുവെച്ചു, ഇനി അതിൽ നിന്ന് CPI പറയുന്നതുവരെ പിൻവാങ്ങുക എന്ന് പറയുന്ന അസാധ്യമായ കാര്യമാണ്. പിൻവാങ്ങൽ സാധ്യമല്ല എന്നുള്ളതാണ്. അതുകൊണ്ട് സ്വാഭാവികമായിട്ടും ഈ ഒപ്പിട്ട സാഹചര്യത്തെ എങ്ങനെ പരുവപ്പെടുത്തി ഇരു പാർട്ടികൾക്കും സ്വീകാര്യമായിട്ടുള്ള രീതിയിൽ മാറ്റി തീർക്കണം. അതായത് CPIക്ക് അതിൻ്റെ ആത്മാഭിമാനം നഷ്ടപ്പെടാതെ മുന്നോട്ട് പോകാനായിട്ടുള്ള സാധ്യതകൾ ഉണ്ടാക്കി കൊടുക്കണം. അതുണ്ടാക്കി കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള പരിശ്രമമാണ് യഥാർത്ഥത്തിൽ CPMും CPMൻ്റെ നേതൃത്വം നടത്തുന്നത് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. കാരണം നാളെ രാവിലെ നടത്താൻ നിശ്ചയിച്ചിരുന്ന മന്ത്രിസഭാ മീറ്റിംഗ് മാറ്റി വൈകുന്നേരം 3 മണിയിലേക്ക് മാറ്റി. എന്തുകൊണ്ട് രാവിലെയില്ല? കാരണങ്ങളില്ല. കാരണം ഇത് മാത്രമാണ്. ഈ പറയുന്ന ഇപ്പം മുതൽ നാളെ വൈകുന്നേരം വരെ ഉള്ള 3 മണി എന്ന് പറയുന്ന സമയം വരെ എത്തുമ്പോഴേക്കും ആവശ്യമായിട്ടുള്ള സംഭാഷണം, ആ സംഭാഷണത്തിലൂടെ മുന്നോട്ട് പോകുമ്പോൾ അവിടെ കൃത്യമായ ഒരു ധാരണയിൽ എത്തിച്ചേരാൻ കഴിയും എന്ന് ഇരുകൂട്ടരും വിശ്വസിക്കുന്നുണ്ട് എന്നാണ് ഞാൻ കണക്കാക്കുന്നത്. CPIക്ക് വലിയൊരു സാധ്യത ഇതുവഴി ലഭ്യമായിട്ടുണ്ട്. വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിലെ ഒരു ബാർഗൈനിങ് പൊസിഷൻ, തങ്ങൾ എന്താണ് ഈ പാർട്ടിയിൽ, തങ്ങൾക്ക് എന്താണ് തെരഞ്ഞെടുപ്പിലെ അവകാശമായിട്ട് ലഭിക്കേണ്ടത്, അക്കാര്യങ്ങൾ കൂടി അവർ ഈ സമയത്ത് സംസാരിക്കുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. അങ്ങനെ ഒരു പൊതുധാരണയുടെ അടിസ്ഥാനത്തിൽ നാളത്തെ മന്ത്രിസഭാ മീറ്റിംഗ് കഴിയുമ്പോൾ എല്ലാ പ്രശ്നങ്ങളും അവസാനിക്കും എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കേണ്ടത്. അതാണ് രാഷ്ട്രീയമായിട്ടുള്ള ബുദ്ധിപൂർവമായിട്ടുള്ള സമീപനം എന്ന് പറയുന്നതാണ്. അതിനപ്പുറത്തായിട്ട് എങ്ങനെ ഈ രണ്ടു കൂട്ടർക്കും തല്ലിപ്പിരിഞ്ഞ് കസേര തല്ലി ഓടിച്ച് പുറത്തിറങ്ങാനായിട്ട് കഴിയും? അസാധ്യമായിട്ടുള്ള കാര്യമാണ്. കാരണം നിരവധി വർഷങ്ങളായിട്ട് നിൽക്കുന്ന ഒരു മുന്നണിക്കകത്ത് നിന്ന് ഈ ഒരു നയപ്രശ്നത്തിൻ്റെ പുറത്തു പോയാൽ എവിടെയാണ് ചെന്ന് ചേരുക? പുറത്തു നിൽക്കുന്ന ആരാണ്? ഒന്ന് കോൺഗ്രസും മറ്റൊന്ന് BJP യാണ് ഇതിന് നടത്തിപ്പ്. കോൺഗ്രസ്സുകാരോ ഇന്ത്യയിലുള്ള എല്ലാ സംസ്ഥാനങ്ങളിലും കോൺഗ്രസ് ഭരിക്കുന്നതായ സംസ്ഥാനങ്ങളിൽ ഈ പദ്ധതി PM ശ്രീ പദ്ധതി നടപ്പിലാക്കി കഴിഞ്ഞു. അപ്പോൾ പിന്നെ ഇങ്ങനെ കോൺഗ്രസിനൊപ്പം നിൽക്കും? പിന്നെ ഒറ്റയ്ക്ക് CPIക്ക് മാറി നിൽക്കാനായിട്ട് കഴിയും? രാഷ്ട്രീയ യാഥാർത്ഥ്യ ബോധമുള്ള ഒരു മനുഷ്യനും, പ്രായോഗികമായിട്ട് രാഷ്ട്രീയത്തെ കാണിക്കുന്ന ഒരു മനുഷ്യനും CPI അങ്ങനെ ഒറ്റയ്ക്ക് നിൽക്കുമെന്നും നശിച്ചു പോകുമെന്നും പ്രതീക്ഷിക്കാനായിട്ട് കഴിയില്ല. ഒറ്റയ്ക്ക് നിന്നാൽ CPI ഇല്ല, ഒരു സീറ്റിൽ പോലും ജയിക്കാനായിട്ട് കഴിയില്ല. എന്തിനധികം പറയുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ കിടക്കുന്ന തിരഞ്ഞെടുപ്പിൽ പോലും CPIയുടെ എണ്ണം എന്ന് പറയുന്നത് വിരലിലെണ്ണാവുന്നത് പോലും ചിലപ്പോൾ ആക്കാനായിട്ട് പറ്റില്ല എന്ന്. അതുകൊണ്ട് ഒറ്റയ്ക്ക് CPIക്ക് നിലനിൽപ്പില്ല. ഒന്നിലേ CPMനൊപ്പം നിൽക്കുക, അല്ലെങ്കിൽ കോൺഗ്രസിനൊപ്പം നിൽക്കുക, അല്ലെങ്കിൽ BJPക്കൊപ്പം നിൽക്കുക. അതാണ് ഇക്കാലത്തെ മുന്നണി രാഷ്ട്രീയത്തിൻ്റെ വളരെ പ്രകടമായിട്ടുള്ള ഒരു പ്രായോഗികത എന്ന് പറയും. അതിലെവിടെ നിൽക്കും എന്ന് ചോദിച്ചാൽ ഇപ്പം നിൽക്കുന്നതാണ് ഏറ്റവും സേഫ് എന്നുള്ള കാര്യം അവർക്കറിയാം. അവർക്ക് ചെയ്യാൻ കഴിയുന്ന കാര്യമുണ്ട്. നാളത്തെ മന്ത്രിസഭാ മീറ്റിങ്ങിൽ പങ്കെടുക്കാതിരിക്കുക, പ്രതിഷേധം രേഖപ്പെടുത്താം. ആ പ്രതിഷേധം നിലനിർത്തിക്കൊണ്ട് തന്നെ തങ്ങൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കൊപ്പമാണ് എന്ന് പ്രഖ്യാപിക്കുകയും ചെയ്യാം. അങ്ങനെ മുന്നോട്ട് പോകാം, അതിലൊന്നും കുഴപ്പമില്ലാത്ത ഒരു കാര്യം. പക്ഷെ അതിനേക്കാൾ മെച്ചപ്പെട്ട ഒരു സൊല്യൂഷൻ എന്ന് പറയുന്നത് ഇരുകൂട്ടരും ഒരുമിച്ചിരുന്ന് സംസാരിച്ച് വ്യക്തമായിട്ടുള്ള ധാരണയിലെത്തി നാളെ ഈ പരിപാടിയുമായിട്ട് അല്ലെങ്കിൽ പദ്ധതിയുമായിട്ട് എങ്ങനെ മുന്നോട്ട് പോകും, അതിനാവശ്യമായിട്ടുള്ളൊരു പ്രഖ്യാപനം നടത്താനായിട്ട് ഈ മന്ത്രിസഭാ മീറ്റിങ്ങിന് കഴിയണം. അങ്ങനെ കഴിഞ്ഞാൽ മാത്രമാണ്
ഈ മുന്നണിക്ക് കെട്ടുറപ്പുണ്ടെന്ന് പറയാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ ഇലക്ഷൻ്റെ മുന്നിൽ നിന്ന് ഇവരിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ദ്വന്ദ്വ യുദ്ധം നടത്തിയാൽ ഈ ഇലക്ഷനിൽ മത്സരിക്കാൻ പോലും ഇവർ പോകേണ്ട കാര്യം വരില്ല എന്നൊരു ഫീൽ പൊതുവെ അണികൾക്കിടയിലുണ്ട്. അതുകൊണ്ട് ഈ പ്രശ്നപരിഹാരം എന്ന് പറയുന്നത് അതിനുവേണ്ടി മാത്രമാണ് ഈ മന്ത്രിസഭാ മീറ്റിംഗ് എന്ന് പറയുന്നത് രാവിലെ നിന്ന് വൈകുന്നേരത്തേക്ക് മാറ്റിവെക്കുന്നത്. വൈകുന്നേരം മന്ത്രിസഭാ മീറ്റിംഗ് നടക്കുമ്പോൾ നമ്മൾ കേൾക്കുന്ന വാർത്ത എല്ലാ CPI മന്ത്രിമാരും മന്ത്രിസഭാ മീറ്റിങ്ങിൽ പങ്കെടുത്തു എന്നതായിരിക്കും. അങ്ങനെ വരാനാണ് രാഷ്ട്രീയമായ കാരണങ്ങൾ വെച്ച് പരിശോധിക്കുന്ന സമയത്ത് അനലൈസ് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയുക. എന്നുവെച്ചാൽ CPIയും CPMും തമ്മിൽ നിലവിലുള്ള വിഷയം നാളത്തോടെ അവസാനിക്കും എന്ന് നമുക്ക് കരുതാം.